കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് ജൂൺ 2025 വിജ്ഞാപനം വന്ന വിവരം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. കേട്ടറ്റ് പരീക്ഷ എഴുതാനുള്ള എല്ലാവർക്കും ഇനി തയ്യാറെടുപ്പിൻ്റെ നാളുകളാണ് വരാനിരിക്കുന്നത്. പരീക്ഷാ തീയതികൾ 2025 ആഗസ്റ്റ് 23, 24 എന്നിവയാണ്. നമുക്ക് വിശദമായി ഇക്കാര്യം പരിശോധിക്കാം. കേരള സർക്കാർ നടത്തുന്ന അധ്യാപക യോഗ്യതാ പരീക്ഷയാണ് കേട്ടറ്റ് എന്നറിയപ്പെടുന്നത്. കേരള സർക്കാരിൻ്റെ കീഴിലുള്ള 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ അധ്യാപകരായി ജോലി ചെയ്യുവാൻ കേട്ടറ്റ് എക്സാം നിർബന്ധമായും പാസ്സായിരിക്കേണ്ടതാണ്. 4 വിഭാഗങ്ങൾ അഥവാ കാറ്റഗറികളിലായാണ് കേട്ടറ്റ് പരീക്ഷ നടത്തുന്നത്. ലോവർ പ്രൈമറി ക്ലാസുകളിൽ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ടീച്ചേഴ്സ് കാറ്റഗറി 1 പാസ്സായാൽ മതി. അപ്പർ പ്രൈമറി ക്ലാസുകളിലേക്ക് കാറ്റഗറി 2ഉം ഹൈസ്കൂൾ ക്ലാസുകളിൽ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവർ കാറ്റഗറി 3ഉം പരീക്ഷ വിജയിച്ചിരിക്കണം. UP തലം വരെയുള്ള ഭാഷാ അധ്യാപകർ, അതായത് അറബി, ഹിന്ദി, സംസ്കൃതം, ഉറുദു തുടങ്ങിയവ, അതുപോലെ സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ, ആർട്ട്, ക്രാഫ്റ്റ്, കായികാധ്യാപകർ തുടങ്ങിയവർ, അവരാണ് കാറ്റഗറി 4 പരീക്ഷ വിജയിക്കേണ്ടത്. ചില പ്രത്യേക പരീക്ഷകൾ അല്ലെങ്കിൽ കോഴ്സുകൾ കഴിഞ്ഞ ആളുകളെ കേട്ടറ്റ് പരീക്ഷ എഴുതുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സീടെറ്റ് പ്രൈമറി സ്റ്റേജ് പാസ്സായവരെ കേട്ടറ്റ് കാറ്റഗറി 1 നിന്നും, സീടെറ്റ് എലിമെൻ്ററി സ്റ്റേജ് പാസ്സായവരെ കേട്ടറ്റ് കാറ്റഗറി 2 നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. സീടെറ്റ് പ്രൈമറി സ്റ്റേജും സീടെറ്റ് എലിമെൻ്ററി സ്റ്റേജും പാസ്സായ ആളുകൾക്ക് കേട്ടറ്റ് പരീക്ഷ കാറ്റഗറി 1ഉം 2ഉം എഴുതണമെന്ന് നിർബന്ധമില്ല. അതുപോലെ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്, നെറ്റ്, സെറ്റ്, MPhil, PhD, MEd എന്നീ യോഗ്യതകൾ നേടിയവരെ കേട്ടറ്റ് കാറ്റഗറിയിലെ എല്ലാ പരീക്ഷകൾ എഴുതുന്നതിൽ നിന്നും ഒഴിവാക്കാവുന്നതാണ്. കേട്ടറ്റ് കാറ്റഗറി 3 വിജയിച്ചവരെ കാറ്റഗറി 2 നേടുന്നതിൽ നിന്നും ഒഴിവാക്കാവുന്നതാണ്. കേട്ടറ്റ് കാറ്റഗറി 1, 2 എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് വിജയിച്ചാൽ മതി LP, UP അധ്യാപക നിയമനങ്ങൾക്ക് അവരെ പരിഗണിക്കുന്നതാണ്. അതുപോലെ തന്നെ 1/4/2012 മുൻപ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത നേടുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കോഴ്സുകൾക്ക് പ്രവേശനം നേടുകയോ ചെയ്തവർക്ക് കേട്ടറ്റ് പരീക്ഷ എഴുതാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയിലെ മിനിമം മാർക്കിൽ ഇളവ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേട്ടറ്റ് എക്സാമിലെ കാറ്റഗറി 3 വിജയിച്ച ഭാഷാധ്യാപകരെ കാറ്റഗറി 4 നേടുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിച്ച് കേട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഉപകാരപ്പെടൂ എന്നത് പറയാൻ ആഗ്രഹിക്കുന്നു. ഇനി ഇപ്രാവശ്യത്തെ കേട്ടറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട പ്രധാന തീയതികൾ. ഓൺലൈൻ രജിസ്ട്രേഷൻ അത് ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. 3/7/2025 രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഇനി ഓൺലൈനായി അപേക്ഷിക്കുന്നതിനും ഫീസ് അടയ്ക്കുന്നതിനുമുള്ള അവസാന തീയതി 10/7/2025 ഫൈനൽ പ്രിൻ്റ് അന്നേ ദിവസം തന്നെ എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. 10/7/2025 എക്സാം നടക്കുന്നത് ആഗസ്റ്റ് 23, 24 തീയതികളിലാണ്. അതിന് തൊട്ടു മുമ്പ്, അതായത് 14/8/2025 നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ കഴിയും. പിന്നെ പരീക്ഷ ടൈം ടേബിൾ എന്ന് പറയുന്നത് 23-ാം തീയതി രാവിലെയും ഉച്ച കഴിഞ്ഞുമാണ് കാറ്റഗറി 1, 2 എന്നിവയുടെ പരീക്ഷകൾ നടക്കുന്നത്. രാവിലത്തെ പരീക്ഷാ സമയം കാറ്റഗറി 1 10 മണി മുതൽ 12:30 വരെ 2.5 മണിക്കൂർ. കാറ്റഗറി 2 അന്നേ ദിവസം, അതായത് 23/8/2025 തന്നെ 2 മണി മുതൽ 4:30 വരെ 2.5 മണിക്കൂർ സമയം പരീക്ഷയുണ്ട്. കാറ്റഗറി 3ലും 4ലും പരീക്ഷ നടക്കുന്നത് 24/8/2025 ഞായറാഴ്ചയാണ്. സമയം പഴയ പോലെ തന്നെയാണ്. 10 മണി മുതൽ 12:30 വരെയും 2 മണി മുതൽ 4:30 വരെയും. ഇനി ഈ കേട്ടറ്റ് അപേക്ഷ ഇപ്രാവശ്യം സമർപ്പിക്കുന്നതിൽ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഒരു അപേക്ഷാർത്ഥിക്ക് ഈ 4 പരീക്ഷകളും വേണമെങ്കിൽ എഴുതാവുന്നതേ ഉള്ളൂ. എന്നാൽ എല്ലാറ്റിനും കൂടെ ഒരു അപേക്ഷ മാത്രമേ അപേക്ഷകൻ സമർപ്പിക്കേണ്ടതുള്ളൂ. പ്രത്യേകം അപേക്ഷകൾ, അതായത് 4 അപേക്ഷകൾ സമർപ്പിക്കേണ്ടതില്ല. അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര
ടെസ്റ്റുകളാണോ എഴുതേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും. അപേക്ഷ നമുക്ക് ഓൺലൈനായി മാത്രമേ സമർപ്പിക്കാൻ കഴിയൂ. ketet.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേനയാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷാർത്ഥിയുടെ പേര്, ജനനത്തീയതി, അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത, കാസ്റ്റ്, കാറ്റഗറി, ഭിന്നശേഷി സംവരണം ഉണ്ടോ ഇല്ലയോ തുടങ്ങിയ എല്ലാ വിവരങ്ങളും കൃത്യമായി തെറ്റുകൂടാതെ രേഖപ്പെടുത്തേണ്ടതാണ്. അതുപോലെ അപേക്ഷ സമർപ്പിക്കുന്നതിനായി നമ്മുടെ ഫോട്ടോ ആവശ്യമുണ്ട്. ആ ഫോട്ടോ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ അതിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. സാധാരണഗതിയിൽ പലപ്പോഴും ഫോട്ടോയിൽ നമ്മൾ പരീക്ഷാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും ഒക്കെ രേഖപ്പെടുത്താറുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം അത്തരത്തിലുള്ള പേരോ തീയതിയോ ഒന്നും തന്നെ ഫോട്ടോയിൽ രേഖപ്പെടുത്തേണ്ടതില്ല. അതുപോലെ ഫോട്ടോയിൽ ആരുടെയെങ്കിലും ഒപ്പുകളോ സീലുകളോ അതൊന്നും തന്നെ രേഖപ്പെടുത്താൻ പാടില്ല. ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിരിക്കണം. അതായത് ചെടികളോ പൂക്കളോ അങ്ങനെയുള്ള ഡിസൈനുകളൊന്നും തന്നെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടായി വരാൻ പാടില്ല. സാധാരണ നമ്മൾ വൈറ്റ് അല്ലെങ്കിൽ ബ്ലൂ കളേഴ്സൊക്കെയാണ് അങ്ങനെ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആയിരിക്കണം. അതുപോലെ വ്യക്തമായ ഫോട്ടോ ആയിരിക്കണം. സെൽഫികളൊന്നും എടുത്ത് ഫോട്ടോ ആയി നമ്മൾ അപ്ലോഡ് ചെയ്യരുത്. കഴിയുന്നത്ര പുതിയ ഫോട്ടോ മാത്രം അപ്ലോഡ് ചെയ്യാൻ അപേക്ഷാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഫോട്ടോയാണ് നിങ്ങൾക്ക് കേട്ടറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ അതിൽ അവർ ഉൾപ്പെടുത്തുന്നത്. ഇനി മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അപേക്ഷ സമർപ്പിക്കുമ്പോൾ വെബ്സൈറ്റിൽ നിന്നും നിർബന്ധമായി ഒരു ഐഡൻറ്റിറ്റി കാർഡ് സെലക്ട് ചെയ്ത് അതിൻ്റെ നമ്പർ രേഖപ്പെടുത്തേണ്ടതാണ്. അതായത് നിങ്ങൾ ആധാർ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസ് പോലെയുള്ള ഏതെങ്കിലും ഒരു ID കാർഡ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് സെലക്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ നിങ്ങൾ ആധാർ കാർഡാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആധാർ കാർഡ് എന്നുള്ളത് സെലക്ട് ചെയ്ത് ആധാർ കാർഡിൻ്റെ നമ്പർ നിങ്ങളതിൽ രേഖപ്പെടുത്തണം. ഇങ്ങനെ രേഖപ്പെടുത്തുന്ന ID കാർഡ് ഏതാണോ അത് തന്നെ നിങ്ങൾ പരീക്ഷാ ഹാളിൽ ഇൻവിജിലേറ്റർക്ക് പരിശോധനയ്ക്കായി നൽകേണ്ടതാണ്. ഈ ID കാർഡ് ഹാജരാക്കാത്തവരെ പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നതല്ല. അപേക്ഷയിലെ വിവരങ്ങൾ പൂർണ്ണമായും ആവർത്തിച്ച് പരിശോധിച്ച് ശരിയാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം ഫൈനൽ സബ്മിഷൻ അല്ലെങ്കിൽ ഫൈനൽ കൺഫർമേഷൻ നൽകുക. ഒരു തവണ കൺഫർമേഷൻ നൽകി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് വിവരങ്ങൾ തിരുത്തുവാൻ കഴിയുന്നതല്ല. പരീക്ഷാ ഫീസ് ഓൺലൈൻ മുഖാന്തരം SBI ഇ-പേയ്മെൻറ്റ് വഴി അടയ്ക്കാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് QR കോഡ് വെച്ചിട്ടോ നിങ്ങളുടെ ഗൂഗിൾ പേ ഉപയോഗിച്ചോ ഒക്കെ നിങ്ങൾക്ക് ഈ ക്യാഷ് അടയ്ക്കാവുന്നതാണ്. അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഇനി ഫീ എന്ന് പറയുന്നത് SC/ST വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് ഒരു കാറ്റഗറിയിൽ പരീക്ഷ എഴുതാൻ വേണ്ടി 250 രൂപയാണ് ഫീസായി വരുന്നത്. മറ്റുള്ള ആളുകൾക്ക് ഒരു കാറ്റഗറിയിൽ പരീക്ഷ എഴുതാൻ വേണ്ടി 500 രൂപയാണ് വരുന്നത്. അപ്പോൾ 4 കാറ്റഗറിയിലും ഒരാൾ പരീക്ഷ എഴുതുകയാണെങ്കിൽ അയാൾക്ക് 2000 രൂപയുടെ ഫീ വരുന്നതാണ്. ഇനി നിങ്ങൾ ഈ അപേക്ഷ കൊടുത്തു കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ നമ്പർ, അപ്ലിക്കേഷൻ ID എന്നിങ്ങനെ 2 നമ്പറുകൾ ലഭ്യമാകും. ആ 2 നമ്പറുകളും നിങ്ങൾ എഴുതി അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. പിന്നീട് നമ്മൾക്ക് നമ്മുടെ പ്രൊഫൈലിൽ കയറി ആവശ്യമുള്ള കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഇത്തരം നമ്പറുകൾ ഉപയോഗിക്കേണ്ടി വരും. ഫീസ് അടച്ചതുമായി പരാതികളൊന്നും തന്നെ കഴിയുന്നതും വരാത്ത രീതിയിൽ അതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾ ഓൺലൈനായി ഫീസൊക്കെ അടച്ച് പരിചയമുള്ളവരുമായി ബന്ധപ്പെട്ട് ഫീസ് അടയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാശ് നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ പരമാവധി ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സമയമുണ്ട് എങ്കിൽ ഇതിൻ്റെ വിജ്ഞാപനം സൈറ്റിൽ ലഭ്യമാണ്. അത് വായിക്കാൻ ശ്രമിക്കുക. നമ്മളുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ വിജ്ഞാപനം ലിങ്ക് ഞാൻ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കാം. എന്തായാലും കേട്ടറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ അപേക്ഷകർ ചെയ്യേണ്ടത് കൃത്യമായി ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടുകൂടി അപേക്ഷ അപ്ലോഡ് ചെയ്യുക എന്നതാണ്. അത് കൃത്യമായി ചെയ്തു കഴിഞ്ഞ് പിന്നീട് ലഭ്യമായ സമയം പഠനത്തിലേക്ക് നീക്കിവെക്കാവുന്നതാണ്. കേഡറ്റിനെ കുറിച്ചുള്ള വിശദമായ സിലബസ്, ചോദ്യങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുത്തി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.